അടുത്തയാണ് ഹലോ ഗൈസ്, ഈ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏകദേശം ഒരു ക്രിസ്മസ് റിലേറ്റഡ് സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഷീനിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് ഡെക്കോറിൻ്റെ. സോ നമുക്കിന്നിത് അൺബോക്സിങ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് നാട്ടിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ ഡയറക്റ്റ് അവിടുത്തെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുമായിരുന്നു. അത് ആക്ച്വലി അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യം നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു കുറവ് ഇവിടെ തീർക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് സാധനം. ഓക്കെ, ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര ആകാതിരുന്നാൽ മതിയായിരുന്നു. ആദ്യം വരുന്നത് ഈ ഒരു ക്രിസ്മസ് ബോൾസ് ആണ്. ക്രിസ്മസ് ബോൾസ് ഇല്ലാതെ എൻ്റെ ക്രിസ്മസ് ട്രീ. ഈ ഒരു ബോൾസ് ആണ്, ഇതെല്ലാവരും ഉള്ളതാണ്. ഇതാണ് ആദ്യം. ഇതിന്റെ പേരെന്താ ഞാൻ മറന്നുപോയി. എനിക്ക് മറ്റേ പൈൻ ട്രീയുടെ ഫ്രൂട്ട് എന്തോ ചെറിയ എന്തോ അങ്ങനത്തെ എന്തോ സംഭവമാണ്. ഇതൊരു പാക്കറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ബോ ഉണ്ട്. ഇത് ആക്ച്വലി എനിക്ക് പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ ക്രിസ്മസ് ട്രീലിൻ്റെ ഏറ്റവും ഫേവറേറ്റ്സ് ആണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട് കാനിയത്. ഈ ഒരു ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. പണ്ടേ വീട്ടിൽ നാട്ടിലായിരുന്നപ്പോൾ, മീൻസ് കൊച്ചായിരുന്നപ്പോൾ ഞാനിത് മേടിക്കണമെന്നൊക്കെ പറഞ്ഞ് കടയിൽ പോകും. ബട്ട് ഇതിന് ഒടുക്കത്തെ വിലയാണ്. കാരണം നമുക്ക് ടോട്ടലി എല്ലാം കൂടെ മേടിക്കാനുള്ള ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു. ബഡ്ജറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് മേടിക്കുകയാണെങ്കിൽ ഒരു ഹാഫ് പ്രൈസ് ഇതിന് തന്നെ പോകും. എന്താ നോക്കുന്നത്, ഇതിന് ഒടുക്കത്തെ വിലയാണ്. എന്നുവെച്ചാൽ എൻ്റെ കയ്യിലുള്ള ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒടുക്കത്തെ വിലയായിരുന്നു. സോ അതുകൊണ്ട് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും മേടിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഒരു കുറവും വേണ്ട എന്ന് കരുതി അങ്ങ് വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? മറ്റേ സ്നോയിൽ മുങ്ങി കിടക്കുന്ന പൈൻ ഫ്രൂട്ടാണ്. അപ്പോൾ അതങ്ങ് വാങ്ങിച്ചു. ഇനി ഇതെല്ലാം ഭാഗത്തിനാണോ ക്രിസ്മസ് ട്രീ എന്നുള്ള നോക്കാം. ക്രിസ്മസ് ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് വെച്ചത്. ഓക്കെ, ഇവിടെ മറ്റേ ക്യാൻഡി സ്റ്റിക്ക് നല്ല നല്ല ഭംഗിയുണ്ട്. പക്ഷേ എൻ്റെ ക്രിസ്മസ് ട്രീ ഇതിൽ ചെറുതാണ്. ഇതെല്ലാം ഞാൻ ഇവിടെ കൊണ്ട് തൂക്കും. മിക്കവാറും റിട്ടേൺ ചെയ്യേണ്ട വരും. ഈ ഒരു ഫ്ലവർ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. ഞാൻ ആക്ച്വലി ഈ ഫ്ലവർ ആദ്യമായി കാണുന്നത് മറ്റേ അഹാന കൃഷ്ണയുടെ ക്രിസ്മസ് ട്രീയിൽ ഡെക്കോർ ചെയ്തിരിക്കണം. അന്നാലും തൊട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് എപ്പോഴേലും വാങ്ങിക്കണം. പക്ഷെ നാട്ടിൽ ഞാൻ കണ്ടില്ല. കൂടുതൽ നോക്കാനോണ്ടാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടൊന്നും ഇത് കണ്ടില്ല. സോ ഞാൻ ഷീനി കയറിയപ്പോൾ ആദ്യം തന്നെ ഇവനെ കണ്ടു. അപ്പോൾ അവനെ അങ്ങ് തൂക്കി. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ല കാണാനായിട്ട്. സോ ഇതാണ് അടുത്തത്. ഇതൊക്കെ ആക്ച്വലി എൻ്റെ നിങ്ങളുള്ള ക്രിസ്മസ് ട്രീയിൽ ഡെക്കോർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. എൻ്റെ ക്രിസ്മസ് ട്രീ ലാസ്റ്റ് കാണിച്ചത്. ഇത് ഞാനൊരു തെർമൽ മേടിച്ചാണ്, ഇത് കാണിക്കുന്നില്ല. പിന്നെ ഒരു ട്രീ ടോപ്പർ മേടിച്ചിട്ടുണ്ട്. ഈ സെയിം തന്നെയാണ് എൻ്റെ നാട്ടിലെ ക്രിസ്മസ് ട്രീ ഉള്ളത്. ലാസ്റ്റ് ടൈം ഇവിടെ വീട്ടിൽ പോയപ്പോൾ ഇത് തന്നെയാണ് വാങ്ങിച്ചത്. ഇതുണ്ട്, ഇതെന്താ കുറച്ച് നോക്കാം. ഇത് നമ്മുടെ ഗോൾഡൻ ബോൾ പോലെ സെയിം റെഡ് കളർ. ഇത് രണ്ടും ഒരു മെയിൻ സാധനമാണ്. എൻ്റെ ഒരു കോമ്പിനേഷൻ ഒരു റെഡ് ആൻഡ് ഗോൾഡ് കളറാണ്. ഞാൻ എപ്പോഴും ആ ഒരു കോമ്പിനേഷനാണ് എനിക്ക് എന്തോ ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഭയങ്കര വലുതാ. എല്ലാം റിട്ടേൺ ചെയ്യേണ്ടി വരുന്നു. ഇത് മറ്റേ ക്യാൻഡി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷെ റിട്ടേൺ ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ ലാസ്റ്റ് വയ്ക്കും തന്നെ ഓടിക്കുമായിരിക്കും. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം ക്രിസ്മസ് ട്രീ കാണുമല്ലോ, നോക്കാം. അപ്പോൾ ഇതാണ് അടുത്തത്. ഇത് മറ്റേ എന്താണ് മറ്റേ ക്രിസ്മസ് ട്രീയുടെ കൂട്ടത്തിൽ മറ്റേ ഫ്രൂട്ടും ആ ഒരു ചെറിയ സാധനം, എനിക്ക് കറക്റ്റ് പേരറിയില്ല, അതെല്ലാം വരുന്നതാണ്. ഇനി അങ്ങനെ ഈ വോള് ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രീൻ കളറിലെ പുല്ലുണ്ടല്ലോ, അത് വാങ്ങിയിട്ടുണ്ട്. അതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ക്യൂട്ടായിട്ടില്ലേ? നല്ല നല്ല ഭംഗിയുണ്ടല്ലേ? ഇതെനിക്ക് ഇഷ്ടമായി. അപ്പം അതാണ് ഈ പാക്കറ്റ്. ഇതെല്ലാം ആവശ്യത്തിൽ കൂടുതലുണ്ട്. പുസ്തകത്തിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതും റിപ്പീറ്റ് ആ ഒരു ബോവാണ്. എന്തായാലും റിട്ടേൺ ചെയ്യേണ്ടതായിരിക്കും. എന്തായാലും വരും. 100% ഉറപ്പാണ്. ഇതൊരു സ്റ്റോക്കിങ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തത്. ഓക്കെ, ഇതാണ് ഞാൻ റാപ്പ് ചെയ്തു. പക്ഷേ ഇത് ഭയങ്കര തീരുകൊണ്ടൊന്നും കാണിച്ചു. ഇതിപ്പോൾ അവിടെ എത്തത്തില്ല ഇവിടെ എത്തത്തില്ല നോക്കാം. ഇത് മറ്റേ LED. ഓക്കെ, ഇത് മറ്റേ ലൈറ്റാണ്. ബാറ്ററി വാങ്ങണം, 3 വാങ്ങിക്കണം. പക്ഷെ ഞാൻ മറ്റേ ആ ബാറ്ററി ഇല്ലാത്ത വാങ്ങിക്കാനായിരുന്നു. എന്തോ കൂടെ ഉണ്ട്. ഇത് റിമോട്ട് ഹൈടെക് കളറൊക്കെ ചേഞ്ച് ചെയ്യാം. എനിക്കൊന്ന് മോഡൊക്കെ എന്തോ മാറ്റാൻ തോന്നി. അങ്ങനെ എന്തോ കണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇതൊക്കെ ഭയങ്കര 500 മീറ്റർ തുടങ്ങാൻ ഡെലിവറി പറഞ്ഞു. 500 അല്ല, അതിൻ്റെ കുറവാണ്. കുറച്ച് കളറൊക്കെ കൂടിപ്പോയി. ഇത് മറ്റേ സിലിക്കൻ്റെ ഇതുണ്ടല്ലോ, ഫോണിൻ്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഐറ്റമാണ് ഇത്. ഇതാകുമ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മറ്റേ സ്നോ കേക്ക്സ് ഞാൻ തുറന്ന് കാണിക്കാം.
ഇതെല്ലാം എൻ്റെ ക്രിസ്മസ് ട്രീനെക്കാട്ട് വലുതാണ്. ലാസ്റ്റ് ഇത് ഫുൾ ഞാൻ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. കാരണം ട്രീ ഇത്ര കൊള്ളാമൊന്നുമില്ല. എൻ്റെ ആവേശത്തിന് ഞാൻ വാങ്ങിയതാണില്ല. ബട്ട് കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയ കുഴപ്പമില്ല, നോക്കാം. കളരാൻ പഠിക്കുന്നു. ആ ഇത് മറ്റേ ടിഷ്യൂ ഹോൾഡറാണ്. ഹായ്ക്കാണ് കണ്ടു. ഹായ് ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഗൈസ്. അതിന് ലെങ്ത് കാണിച്ചപ്പോഴേ ലൈറ്റൊക്കെ ഉണ്ട്. അമ്മേ ഇത് ഇത്രയേ ഉള്ളൂ. ഞാനത് ടെമു മാത്രമേ പറ്റിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ ശീലിന്ന് വാങ്ങിച്ചത്. ഇതൊരു ജനിച്ച കൊച്ചിന്റെ നിഗം പോലും ഇല്ല ഗൈസ്. ചതി എന്നെ ചതിച്ചത്. ഞാൻ ഇതൊന്ന് നിവർത്തിയിട്ട് കാണിച്ചു തരാം നിങ്ങളെ. എനിക്ക് എന്തായാലും കട്ടിയാവും. അന്നേരം പറഞ്ഞേ വേണ്ട വേണ്ട സ്ഥലമില്ല. പക്ഷെ ഇത്ര ചെറുതായിരിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഹിമേല ശരിയുള്ള സാധനം ആരും ഓർഡർ ചെയ്തു. ഭാവന്മാരാണ് ഓർഡർ ചെയ്യാം. പക്ഷെ നോക്കി കണ്ടൊക്കെ ഓർഡർ ചെയ്യണം. പിന്നെ എന്നെപ്പോലെ ഇങ്ങനെ അബദ്ധം പറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം റീലിൽ ഇതേപോലെ ടെമൂന്നാരോ ഓർഡർ ചെയ്തിട്ട് ഇത്ര നീളമുള്ള സാധനം വന്നത് കണ്ടായിരുന്നു. പക്ഷെ ട്രീ കൊള്ളാം കേട്ടോ. ആക്ച്വലി അവരൊരു 45 സെന്റിമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അളന്ന് നോക്കിയപ്പോൾ 45 സെന്റിമീറ്റർ ഏകദേശം ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ 45 അല്ല, അവരുടെ 45 തോന്നുന്നു. ശരി കൊള്ളാം. പക്ഷെ കുറച്ചുകൂടെ നീളമാകാൻ ഞാൻ ഇത്ര സാധനമൊക്കെ മേടിച്ചില്ല. ഇതെല്ലാം ഇനി എവിടെ കൊണ്ട് വെക്കും? നാട്ടിലെ പോലെ റിട്ടേൺ ചെയ്യുന്നതേ ഇവിടെ വന്ന് ആരും എടുത്തോണ്ട് പോകത്തില്ല. നമ്മൾ റിട്ടേൺ ചെയ്യുന്ന അവിടെ സ്റ്റോറിൽ കൊണ്ട് കൊടുക്കണം. ഇതൊന്ന് നിവർത്താൻ നോക്കിയിട്ട്. ഇത് സാധാരണ വീട്ടിലിരിക്കുന്ന ട്രീയുടെ ഏറ്റവും മുകളിലത്തെ പാർട്ടിക്ക് അത്രയേ ഉള്ളൂ. എന്താ അല്ലേ ഇതാണ് പറയുന്നത്. എന്ത് പറയാം, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമായി. ഇതിന്റെ 4 pound 5 pound ഉള്ളൂ. അതിനുള്ളതൊക്കെ ഉണ്ട്. കാരണം വീട്ടിൽ ലൈറ്റൊക്കെ ആയിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇനി ആശ്വസിക്കാം. പിന്നെ ഈ ഒരു വൂഡൻ ഇതൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു റൂമിലൊക്കെ താമസിക്കുന്നവർക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് സമാധാനിക്കാം. ബട്ട് എന്റെ ടെൻഷൻ മൊത്തം ബാക്കിയുള്ള ഈ സാധനങ്ങൾ ഞാൻ എവിടെ കൊണ്ട് തൂക്കും എന്നുള്ളതാണ്. കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് ഓണം പോലെ അങ്ങനെയാണല്ലോ. എത്രയോ പേര് വെക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പം ഇതെങ്കിലും വെക്കാൻ പറ്റിയൊരു സന്തോഷിക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉള്ളിൽ നല്ല വിഷമമുണ്ട് കേട്ടോ. നൂല് കഴിഞ്ഞു പറ്റിയാണ്. ഓ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു വെള്ളത്തിലൊക്കെ 1-2 വെള്ളത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ട്രീ എങ്ങനെയുണ്ട് ഗൈസ്? ഇത് ആക്ച്വലി ഒരു കൊച്ചിന്റെ നീളം പോലും ഇല്ല. പക്ഷെ സാധനം വളരെ ഇഷ്ടമായി. ഞാൻ ഇനി ഇതെല്ലാം ഡെക്കോർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുൾ അതിന്റെ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം എനിക്ക് അബദ്ധം പറ്റിയതുപോലെ ആർക്കും അബദ്ധം പറ്റിയിട്ടും കടയിൽ പോയി ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ട് എല്ലാം നോക്കി റിവ്യൂസ് ഒക്കെ നോക്കി ഓർഡർ ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ ഫ്രം മീ ആൻഡ് മൈ ക്രിസ്മസ് ട്രീ. ബൈ. പോലെ ഒരു സാധനം കൂടെ കാണിച്ചു തരാൻ മറന്നു. ഇതേ ഈ ലൈറ്റ് കൊള്ളാം കേട്ടോ. അടിപൊളിയായിട്ടില്ല. പല മോഡുണ്ട്. ടൈം അപ്പോൾ ബൈ.